സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണ ഭാഗമാണിത്. ഈ ഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എലിസബത്തിന് പ്രസവ സമയമായി, അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എന്ന് പറഞ്ഞാണ് ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് പ്രധാനമായും 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്നാപക യോഹന്നാൻ്റെ ജനനം. 2, സ്നാപക യോഹന്നാൻ എന്ന പേരിടൽ. 3-ാമത്തത് പരിച്ഛേദനം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് വിശുദ്ധ ലൂക്കാ സുവിശേഷം പ്രതിപാദിക്കുകയാണ്. നമ്മൾ ആദ്യ ഭാഗത്തിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നു, യോഹന്നാൻ പുരോഹിത വംശത്തിൽ ജനിച്ചയാളാണ്. ലേവി ഗോത്രത്തിൽ പിറന്നവനാണ്. യോഹന്നാന്റെ മാതാപിതാക്കൾ പുരോഹിത വംശത്തിൽപ്പെട്ടവരായിരുന്നു, സക്കറിയായും എലിസബത്തും. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ലേവ്യരുടെ പുസ്തകം 42-ാം അധ്യായം പറയുന്നത് ആൺകുഞ്ഞാണെങ്കിൽ 8-ാം ദിവസം പരിച്ഛേദനം നടത്തണം. പക്ഷെ അമ്മയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് 36-ാം ദിവസമാണ്, 33-ാം ദിവസമാണ്. എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ 14-ാം ദിവസമാണ് പേരിടല്, 66-ാം ദിവസമാണ് ശുദ്ധീകരണത്തിൻ്റെ ദിവസം, അല്ലെങ്കിൽ 66 ദിവസം കഴിയുമ്പോഴേ മാതാവിൻ്റെ ശുദ്ധീകരണ കർമ്മങ്ങൾ പൂർത്തിയാകുകയുള്ളൂ. ഇവിടെ പക്ഷെ അതിനെക്കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈശോയുടെ ദേവാലയ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ആ കാര്യം വിവരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം പ്രത്യേകമായി എഴുതുന്നുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ പൂർത്തിയായപ്പോൾ അവനെ അവർ ദേവാലയത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള വിവരണങ്ങളൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ പുരോഹിത വംശത്തിൽപ്പെട്ട ആൾക്കാരായതിനാൽ ദേവാലയ പരിസരത്ത് വെച്ചായിരുന്നു പരിച്ഛേദന കർമ്മം എന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും മാതാവ് അതിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവിടെ വിശദീകരിക്കുമ്പോൾ, ദേവാലയ പരിസരത്താണെങ്കിൽ സാധ്യത കുറവാണ്, പക്ഷേ ഇവിടെ വിശദീകരിക്കുമ്പോൾ അമ്മയുടെ പങ്ക്, എലിസബത്തിൻ്റെ പങ്ക് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവരുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് വെച്ചോ ആയിരിക്കാം ഈ പരിച്ഛേദന കർമ്മം നിർവഹിക്കപ്പെട്ടത്. ഐൻ കാര്യം എന്ന് പറയുന്ന ജെറുസലേമിനടുത്തുള്ള സ്ഥലത്താണ് സക്കറിയയും എലിസബത്തും താമസിച്ചിരുന്നത്. നസ്രത്തിൽ നിന്ന് ഏകദേശം 4 ദിവസത്തെ കഴുതപ്പുറത്തുള്ള സഞ്ചാര ദൂരമായിരുന്നു ഈ ഐൻ കാര്യം എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും പരിശുദ്ധ ദൈവമാതാവ് ഉൾപ്പെടെയുള്ളവർ ഈ പരിച്ഛേദന കർമ്മത്തിൽ സംബന്ധിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തകൾ ഇതാണ്, പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ ഇതാണ്. 2-3 വാക്യങ്ങളെ, തിരുവചനങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ഒന്നാമത്തത്, അവൾക്കൊരു ശിശു പിറന്നു എന്നറിഞ്ഞപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അവളോടൊത്ത് സന്തോഷിച്ചു എന്നുള്ളതാണ്. 2-ാമത്തത്, സക്കറിയ എന്ന് പേരിടണം എന്ന് ബന്ധുക്കൾ വാശി പിടിച്ചപ്പോൾ അതല്ല, യോഹന്നാൻ എന്നാണ് പേര് എന്ന് എലിസബത്ത് പറഞ്ഞ മറുപടിയും അതിനോട് ചേർന്ന് യോഹന്നാൻ എന്നാണ് പേരെന്ന് സക്കറിയ എഴുതി കൊടുത്ത മറുപടിയാണ്. 3-ാമത്തത്, കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന വാക്യമാണ്. 4-ാമത്തത്, സക്കറിയായുടെ ആനന്ദത്തിൻ്റെ പ്രവചന ഗീതമാണ്. നമുക്ക് ഓരോന്നിലേക്കും വരാം. ഒന്നാമത്തത് ഇതാണ്. ഇതിന് മുമ്പത്തെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു, വന്ധ്യയായിരുന്ന എലിസബത്തിനെ കുറിച്ച് ആളുകൾക്ക് വളരെയധികം അമർഷം, അല്ലെങ്കിൽ അവർ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയിരുന്നു, അപമാനിതയായിരുന്നു സമൂഹത്തിൽ എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഗർഭവതിയായപ്പോൾ എലിസബത്ത് പറഞ്ഞു, എനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിൻ്റെ മേൽ കാരുണ്യം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, അവൾക്ക് ശിശു പിറന്ന സമയത്ത്, എലിസബത്തിന് ശിശു പിറന്ന സമയത്ത് ബന്ധുക്കൾ, ഈ അപമാനം പറഞ്ഞവരെല്ലാം ഉൾപ്പെടെ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യം, ചില സമയങ്ങളിൽ ഒരുപാട് പേര് നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയെന്നിരിക്കാം. പക്ഷേ ആ
സഹനങ്ങളെ ഏറ്റെടുക്കാൻ, ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായി നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു കാലത്ത് ഈ പറഞ്ഞിരുന്നവരെല്ലാം നമ്മളെക്കുറിച്ച് സന്തോഷകരമായ കാര്യങ്ങൾ പറയും എന്നുള്ള ഒരു പ്രായോഗിക ചിന്തയാണ് തരുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഈ അടുത്ത കാലത്ത് അപവാദ പ്രചരണങ്ങളിൽ മനംനൊന്ത് ഒരു പുരോഹിതൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നോക്കൂ, കാലം കഴിയുമ്പോൾ കാലത്തുനിന്ന് മായ്ക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളിലേക്കും ദൈവത്തെ നമ്മൾ കൊണ്ടുവന്നാൽ അവസാനം നമുക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, യോഹന്നാൻ എന്ന പേര് ഇടണമെന്ന് എലിസബത്ത് പറയുന്നതാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കരുണ കാണിച്ചു, യാഹ്വേ കാരുണ്യവാനാണെന്നൊക്കെയാണ്. സക്കറിയ എന്ന പേരിടണമെന്നാണ് ബന്ധുക്കളെല്ലാം പറയുന്നത്. കാരണം പാരമ്പര്യപ്രകാരം മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ വല്യപ്പൻ്റെ പേരാണ് ഇട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപക്ഷെ മുത്തച്ഛനെ പോലെ പ്രായം ആയ ആളാണ് സക്കറിയ എന്നതുകൊണ്ടായിരിക്കും അപ്പൻ്റെ പേരിടാനായിട്ട് അവർ പറയുന്നത്. പക്ഷെ അതല്ല എന്ന് എലിസബത്ത് പറയുന്നു. നോക്കൂ, ദൈവഹിതമല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കീഴടങ്ങാൻ നാം തയ്യാറായിക്കൂടാ. അല്ലെങ്കിൽ നോക്കൂ, സക്കറിയ നിസ്സഹായനാണ്. സക്കറിയയ്ക്ക് ശബ്ദമില്ല. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദമാകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ രണ്ട് പ്രായോഗിക ചിന്തകൾ ഈ സുവിശേഷ ഭാഗം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമാകണം. ദൈവഹിതമല്ല എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് സമ്മതം മൂളാൻ ഞാൻ തയ്യാറാകാൻ പാടില്ല. ദൈവഹിതം ഏതെന്ന് ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് ശക്തി ഉണ്ടാകണം. ഞാൻ ഓർക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഒരുപാട് പേര് കൂടി ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ആക്ഷേപിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന്, തുണിക്കടയിൽ നിന്ന് മോഷണം നടത്തി എന്ന് പറഞ്ഞ് കുറേ അധികം പേര് കൂടി സമൂഹ മധ്യത്തിൽ നിന്ന് ആക്ഷേപിക്കുന്ന സമയത്ത് തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു നാടോടി സ്ത്രീ ആയതിനാൽ അതിനെ ഇട്ട് ഭാരപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സമീപത്ത് നിന്ന് ഒരു മനുഷ്യന് തോന്നി അത് ശരിയല്ല എന്ന് തോന്നി. അയാളുടെ മനസ്സിലെ ദൈവത്തിൻ്റെ ശബ്ദം ദാനിയേലിൻ്റെ ശബ്ദം പോലെ വരികയാണ്. സൂസന്നെ കുറിച്ച് ദാനിയേൽ പറഞ്ഞതുപോലെ, വിധികർത്താക്കളെ നിങ്ങളുടെ വിധി മണ്ഡപത്തിലേക്ക് മടങ്ങുമെന്ന് ദാനിയേൽ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ പറയാണ്, ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു സ്ത്രീയോട് നിങ്ങൾ പെരുമാറാൻ പാടില്ല. ശക്തമായ ആ ശബ്ദത്തിന് മുമ്പിൽ മറ്റുള്ളവർ ചിതറിപ്പോവുകയാണ്. അപ്പോൾ ദൈവഹിതമല്ല എന്നറിയാവുന്ന കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്ന്, എത്ര പേർ നമുക്കെതിരാണെങ്കിൽ പോലും ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ തിരുലിഖിത ഭാഗം പറയുകയാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും കഴിയണം. ഞാൻ ഓർക്കുന്നു, കുറേ കാലങ്ങൾക്ക് മുമ്പ് കോളേജിൽ സംഭവിച്ചതാണ്. കോളേജിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു, ഈ ഒരു കോളേജ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു ഒരു പെൺകുട്ടി ഒരു വശത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ്. എന്തോ വലിയ വിഷമത്തിൽ, കാരണം ഭാരവാഹിയുടെ ഭാഗമായിട്ട് പല യാത്രകളും എല്ലാം നടത്തി ഒരുപാട് പണം ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചെലവായി. പക്ഷെ അത്രയും പണം ചെലവഴിക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ആ കുടുംബത്തിനില്ല. അപ്പോൾ ഇങ്ങനെ ആരോ എന്തോ കുത്തുവാക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്ന് കരയുന്നു. അപ്പോൾ ആ വഴിയെ പോയ ഒരു ടീച്ചർ ചോദിച്ചു, എന്താണ് മോളെ കരയുന്നത്? അപ്പോൾ ആ പെൺകുട്ടി ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയാണ്. ഇത്ര രൂപ ചെലവായി, അതിനി മുമ്പോട്ട് വരുന്നവർക്കെങ്കിലും ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. ആ ക്ഷണത്തിൽ തന്നെ ആ ടീച്ചർ പറയാണ്, എത്ര രൂപ ചെലവായി, അത് ഞാൻ വാങ്ങിച്ചു തരും. എന്നിട്ട് പ്രിൻസിപ്പളിനെ ചെന്ന് ബോധ്യപ്പെടുത്തി ആ പണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, സങ്കടവും സന്തോഷവും ഒരുമിച്ച് ചേരുന്നുള്ള ഒരു പുഞ്ചിരി. പ്രിയപ്പെട്ടവരെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനുള്ള ധൈര്യം നമുക്കുണ്ടാകണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എലിസബത്ത് അതിൻ്റെ വലിയ മാതൃകയാണ്. പിന്നീട് സക്കറിയ എഴുതുന്നു, എലിസബത്ത് പറഞ്ഞ ആ ഉത്തരം തന്നെ എഴുതുമ്പോൾ നോക്കുക, ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയൈക്യം, ദൈവഹിതത്തിന് ഒരുപോലെ വിധേയപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നോക്കുക. എന്തുകൊണ്ടാണ്? കാരണം അവർ അതിനു മുമ്പ് സുവിശേഷം പറയുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു, പ്രാർത്ഥനയിൽ ഒന്നായിരുന്നതിനാൽ അവർക്ക് സക്കറിയായിക്ക് മിണ്ടാൻ വേലാതിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവരുടെ ഹൃദയം അകലുന്നില്ല എന്നോർക്കുക. പിന്നീട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു തിരുത്ത് ഈ രണ്ടുപേരും കൂടി ഈ ബൈബിളിന് നൽകുകയാണ്.
പുതിയ നിയമത്തിലേക്ക് വരും പഴയ നിയമത്തിൻ്റെ ഒരു തിരുത്താണ്. സക്കറിയ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ദൈവം ഓർമ്മിക്കുന്നു, ദൈവം മറക്കുന്നില്ല എന്നൊക്കെയാണ്. അതിനെ ഒരുപക്ഷെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കുക, ദൈവം പാപങ്ങൾ ഓർമ്മിക്കുന്നു, ദൈവം മറക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ ചോദിക്കും, ദൈവമേ അങ്ങ് പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകും. ഇവിടെ യാഹുവേ എന്ന യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം മറക്കുന്നു എന്നുള്ളതാണ്, ദൈവം കാരുണ്യവാനാണെന്നാണ്. ഇനി വരുന്ന കാലം, ഇനി ഇതാ പുതിയ കാലം വരുന്നു, അത് ഈശോയുടെ കാലമാണ്. ആ കാലത്ത് ദൈവം പാപങ്ങൾ ഓർക്കുന്നില്ല, മറിച്ച് അവിടുന്ന് മറക്കുകയാണ്. ദൈവം അനന്തമായി സ്നേഹിക്കുകയാണ്. ദൈവം അതുല്യമായ കാരുണ്യത്തിൻ്റെ ഉറവിടമാണ്. അതിന് വഴിയൊരുക്കാനാണ് തങ്ങളുടെ മകൻ വരുന്നത് എന്ന് ഈ മാതാപിതാക്കൾ ഒരുമിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ സുവിശേഷത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ സക്കറിയായുടെ ആ പ്രവചന ഗീതം, ആനന്ദത്തിൻ്റെ ഗീതം, അത് പൗരസ്ത്യ രീതിയിൽ അങ്ങനെയൊരു ക്രമം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷവും ആനന്ദവും വരുമ്പോൾ ഇങ്ങനെ സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരു ക്രമം, അതാണ് സക്കറിയ ആനന്ദഗീതം പാടുന്നത്. ദൈവത്തിൻ്റെ ശാപം പേറിയ ആളാണ്. പക്ഷേ അതിനുശേഷം ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ ദൈവസ്തുതികളാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ദൈവഹിതത്തിനെതിരെ പറയുന്നവരുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ ദൈവഹിതം ആണ് എന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ ലോജിക്ക് ഉണ്ടായെന്നിരിക്കാം, കൂടുതൽ വർണ്ണാഭമായ രീതിയിലുള്ള അവതരണമാണെന്നിരിക്കാം. പക്ഷെ ഒരിക്കലും ദൈവഹിതത്തിനെതിരായിട്ട് നിൽക്കാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. എല്ലാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും മനോഹരമായ ആ ജനനത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവഹിതത്തിന് ചേർന്ന രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.